ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തിലെ സകല ജീവജാലങ്ങളുടെ മേലും ദൈവം വളരെ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദി മാതാപിതാക്കളെ പോലെ കുറ്റബോധത്തോടെ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്. നിഷേധ മനോഭാവത്തോടെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരും മറന്നു കളയുന്നവരും ധാരാളമുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയായ ക്രിസ്തീയ സമീപനങ്ങളല്ല. ദൈവത്തിൻ്റെ പൈതൃക സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്തു വരേണ്ട സമയമാണ് ഇപ്പോൾ. ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കി ദേവാലയങ്ങളുടെ വാതിലുകൾ അടച്ച് മനുഷ്യരെ ക്വാറന്റൈനിൽ ഇരുത്തിയിരിക്കുന്ന ഈ സമയത്ത് ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ അന്വേഷിക്കാനും ദൈവം പറയുന്നത് ക്ഷമയോടെ കേൾക്കുവാനുമൊക്കെയാണ്. തൻ്റെ ജീവിതത്തിലെ ക്വാറന്റൈൻ അനുഭവങ്ങളിൽ ദൈവത്തിൽ നിന്ന് ദാവീദ് കേട്ട സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. 46-ാം സങ്കീർത്തനം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാക്കും. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്കത് വായിക്കാൻ കഴിയും. മനുഷ്യനെ ഭയപ്പെടുത്തി നിസ്സഹായനാക്കുന്ന ഇപ്പോഴത്തെ ഈ വൻ ബാധകൾക്കുമീതെ അവൻ്റെ ശക്തിയും സൗഖ്യവും കരകവിഞ്ഞൊഴുകും. അവൻ്റെ സാന്ത്വനസ്വരം നമ്മുടെ വേദനകളെ ശാന്തമാക്കും. നിശബ്ദരായിരുന്ന് മനസ്സിനെ ഈ പ്രത്യാശയിലൊക്കെ ഉറപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ബി സ്റ്റിൽ ആൻഡ് ലിസൺ. കരുണയില്ലാത്ത കർക്കശക്കാരനായ ന്യായാധിപനായിട്ടല്ല, സ്നേഹനിധിയായ സ്വന്തം പിതാവായിട്ടാണ് ദൈവം ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത് വന്നു നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ കരുതുന്ന സ്നേഹം വഴിതെറ്റുമ്പോൾ ഇപ്പോഴും നമുക്ക് ബാലശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ കരുതുന്ന സ്നേഹം ശകാരിക്കുന്നതിന് പകരം നമുക്ക് നൽകുന്നത് പ്രോത്സാഹനവും ഉറപ്പുമാണ്. ആ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ കൈവിടുന്നതിന് പകരം വഴിതിരുത്തി വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്ഥ പിതാവിൻ്റെ കരുതുന്ന സ്നേഹം നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം തൻ്റെ കരുണയുടെ ഹൃദയം തുറന്ന് സ്നേഹനദി നമ്മിലേക്ക് ശക്തമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ്റെ കരുതുന്ന സ്നേഹം ശപിക്കുന്നതിന് പകരം നമുക്ക് പാപക്ഷമ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ COVID-19 രോഗികളുടെയും മരണപ്പെട്ടവരുടെയുമൊക്കെ ഭ്രമജനകമായ വാർത്തകൾക്കായി മനസ്സ് തുറക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ 4 വാഗ്ദത്തങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ചുറ്റും ഒരു കംഫർട്ട് സോൺ സൃഷ്ടിക്കുന്നത് ടെൻഷനും ആകാംക്ഷയുമൊക്കെ കുറയ്ക്കാനും പ്രത്യാശ വളർത്താനും സഹായിക്കും. ആത്മാവിൻ്റെ ശ്രേഷ്ഠ ഭോജനവും ദൈവത്തിൻ്റെ ഡെയിലി ബ്രെഡുമായ 4 പ്രോമിസുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. 1. അലകടൽ പോലെ ഇളകിമറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം സർവശക്തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള സങ്കീർത്തനക്കാരൻ്റെ പ്രഖ്യാപനം അസ്വസ്ഥമായ മനസ്സിനെ നങ്കൂരമിടാൻ സഹായിക്കും. 56-ാം സങ്കീർത്തനം 11-ാം വാക്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? 2-ാമത്തെ വാഗ്ദത്തം ഇന്നത്തെ പ്രതിസന്ധികളിലും നാളുകളിലെ ആകുല വ്യാകുലതകളും മനസ്സിനെ നിരാശയുടെ ആഴങ്ങളിലേക്ക് മുക്കിത്താഴ്ത്തുമ്പോൾ സങ്കീർത്തനത്തിലെ സമാശ്വാസ വചനങ്ങളാണ്. അത് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കും. 65-ാം സങ്കീർത്തനം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കൽ ആകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. മനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നിനക്ക് സങ്കേതമാകുന്നു. 3-ാമത്തെ വാഗ്ദത്ത സന്ദേശം യെശയ്യാപ്രവചനം 40-ാം അധ്യായമാണ്. നിരാശയും ശൂന്യതാബോധവും മൃത്യുചിന്തകളും നിഷേധവികാരങ്ങളുമൊക്കെ മനസ്സിൽ വേലിയേറ്റം തുടരുമ്പോൾ യെശയ്യാപ്രവാചകൻ്റെ പുതുജീവൻ പകരുന്ന വാക്കുകളിലെ പരിശുദ്ധാത്മശക്തി കൊണ്ട് മനസ്സിനെ നമുക്ക് റീചാർജ് ചെയ്യാം, ശക്തരാകാം. 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കയില്ല, നടന്നാൽ തളരുകയുമില്ല.
നാലാമത്തെ വാഗ്ദത്തം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നാണ്. പ്രകൃതി ദുരന്തങ്ങളും ബാധകളും കലാപങ്ങളും മരണവും നരഹത്യയുമൊക്കെ നമുക്ക് ചുറ്റും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം പറഞ്ഞുകൊടുത്ത പ്രത്യാശയുടെ ജീവസ്വരം, പുതുജീവനും പുത്തൻ പ്രതീക്ഷയും ലഭിക്കാൻ അത്ഭുതമന്ത്രമായി നമുക്ക് ഉരുവിടാം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ആകാംക്ഷ, വിഷാദം, മരണഭയം, അസ്വസ്ഥത, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്കുള്ള മിറക്കിൾ ആൻറ്റിഡോട്ടാണ് ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും ക്രിസ്തു യേശുവിങ്കൽ ഉറപ്പിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ജീവികളുടെ ജീവനായവൻ്റെ ജീവസ്പന്ദനമാണ് തിരുവചനം. ദൈവമേ, ഇപ്പോഴത്തെ നിശബ്ദതയിൽ, ഏകാന്തതയിൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളുടെ ആശ്രയവും അഭയകേന്ദ്രവും. അതിരുകളില്ലാത്ത അവിടുത്തെ ദിവ്യസ്നേഹമാണ് ഇപ്പോൾ ഞങ്ങളുടെ ആശ്വാസവും സമാധാനവും. നിൻ്റെ ദിവ്യവാഗ്ദത്തങ്ങളിലാണ് നാഥ ഞങ്ങളിപ്പോൾ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ എല്ലാ അടിസ്ഥാനങ്ങളും തകർന്നു വീണിരിക്കുകയാണ്. ഒരു നാളും കൈവിടാത്ത അവിടുത്തെ പൈതൃക സ്നേഹത്തിലും കരുതലിലും നാഥ ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.